അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു. യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. വേറൊരുവരും എനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു. യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു. മായം ചേരാതെ നിൻ തിരുവചനം പാഠം ചെയ്യുവാൻ വാഞ്ചിക്കുന്നു. കനിവിൻ കടലേ എന്നോടൻ പാർ, പരിശുദ്ധാത്മാവേ നീ പകരുകയധികം. കനിവിൻ കടലേ എന്നോടൻ പാർ, പരിശുദ്ധാത്മാവേ നീ പകരുകയധികം. പ്രിയനൊരുവനുണ്ടെനിക്ക് അനുദിനമെന്നെ പരിപാലിച്ചവൻ കടലേകിടുന്നു. യാചനയേതും തൻ കൃപയാലെ തരുമെനിക്കെന്നും. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15, 16, 17, 18 വാക്യങ്ങൾ വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരു വാക്യം കൂടെ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും ചിന്തകളും നിനക്ക് പ്രസാദകരമാക്കി തീർക്കണമേ. യേശുവിൻ മൂലപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കൺവെൻഷൻ്റെ ലക്ഷ്യം വിശ്വാസത്തിൻ്റെ പരിപോഷണമാണ്. നർച്ചറിങ് ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പരിപോഷണമാണ് കൺവെൻഷൻ്റെ ലക്ഷ്യം. അതാകുന്നുവല്ലോ. ചിലപ്പോഴൊക്കെ കൺവെൻഷനുകൾ, ഈ നാളുകളിലെല്ലാം ധാരാളം കൺവെൻഷനുകൾ ഇടവകളുടെ ആഭിമുഖ്യത്തിൽ, സെൻറ്ററുകളുടെ ആഭിമുഖ്യത്തിൽ, മേഖലാതലത്തിൽ, ഭദ്രാസന തലത്തിൽ, അതിൻ്റെ എല്ലാം ഒരു സമാപ്തിയായിട്ട് മാടാവൻ കൺവെൻഷനുകളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു കൺവെൻഷനായി അങ്ങ് മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൺവെൻഷനുകളുടെ ഒരു പതിവായി മാറിപ്പോകാറുണ്ട്, ഒരു ആചാരമായി മാറിപ്പോകാറുണ്ട്. എന്നാൽ കൺവെൻഷൻ എന്ത് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിലൊക്കെ സംബന്ധിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. ചിലപ്പോൾ കൺവെൻഷനിലെ പ്രശസ്തരായ പ്രസംഗകർ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന നല്ല പ്രശസ്തമായ പ്രസംഗങ്ങൾ, വലിയ ഒരാൾക്കൂട്ടം, പ്രൗഢമായ ക്രമീകരണങ്ങൾ, നല്ല പാട്ടുകൾ, ഇവയൊക്കെ ആവാം ഒരു കൺവെൻഷനെ വിലയിരുത്തുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ, അളവുകോൽ. വലിയ ആൾക്കൂട്ടമാണോ കൺവെൻഷൻ്റെ വിജയം? ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ മാത്രമാണോ കൺവെൻഷൻ്റെ വിജയം? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏതൊരു ലക്ഷ്യത്തോടുകൂടി കൺവെൻഷനുകളൊക്കെ ആരംഭിച്ച് നടത്തി വരുന്നുവോ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് കൺവെൻഷൻ്റെ വിജയത്തെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡം. ഇംഗ്ലീഷിൽ പ്രകാരം ഒരു പറച്ചിലുണ്ട്, ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു സഭ ആകാം, ഒരിടവകയാകാം, ഇല്ലായെങ്കിൽ ഒരു പള്ളി കെട്ടിടമാകാം. ചർച്ച് ഈസ് ടു ബിൽഡ് ദി ചർച്ച്. ദി ചർച്ച് എന്ന് പറഞ്ഞാൽ
ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ്. സഭ എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. പള്ളി എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. ഇടവക എന്തിനാണ്? ദൈവജനത്തെ നിർമ്മിതി ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോഴാണിത് അർത്ഥം മനസ്സിലാകുന്നത്. ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച്. ദൈവജനത്തിൻ്റെ ആധ്യാത്മികമായ പരിപോഷണത്തിന് വേണ്ടിയാണ്. അപ്പോഴാണ് ചർച്ച് ഈസ് ടു ബിൽഡ് ദ ചർച്ച് എന്ന് പറയുന്നത്. ആധ്യാത്മികമായ പരിപോഷണമാണ് സഭയുടെ ലക്ഷ്യം എന്നാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ആധ്യാത്മികമായ പരിപോഷണം എന്ന് പറയുമ്പോൾ സമൃദ്ധമായ ജീവൻ. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. കർത്താവിനോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക, അതാണ് സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സഭ വിശ്വാസ സമൂഹത്തെ പരിപോഷിപ്പിക്കേണ്ട, പണിയേണ്ട 3 തലങ്ങളാണുള്ളത്. എങ്ങനെയാണ് വിശ്വാസ സമൂഹത്തെ, ദൈവജനത്തെ പരിപോഷിപ്പിക്കേണ്ടത്? ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ. ചർച്ച് ടു ബിൽഡ് ദ ചർച്ച് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചേക്കാം. എന്താണ് സഭ ദൈവജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുക എന്ന് പറഞ്ഞാൽ? ഇല്ലായ്മയുടെ കാലത്തെ ദൈവമേ എന്ന് വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, മുതിർന്ന ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഓർമ്മയിൽ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നേരം വെളുക്കുമ്പോൾ, പ്രത്യേകിച്ച് അമ്മച്ചിമാർ നേരം വെളുത്ത് ഉണരുമ്പോൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുൻപ് തങ്ങൾ കിടന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ തലയിൽ തുണിയിട്ട് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ദിവസം ആരംഭിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പ്രവർത്തന ഇടങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് വരാന്തയിൽ ഒരു പായിട്ട്, ഒരു തടുക്കിട്ട് അവർ ഇരുന്ന് അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ടുപാടി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ വയൽ പ്രദേശത്തേക്ക് പോകുന്നത്. കാരണം ഇല്ലായ്മയുടെ ഒരു കാലം, എങ്ങനെ ഈ ദിവസം പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഭയമില്ലാതില്ല. എന്നാൽ ആ കാലമൊക്കെ മാറി നമ്മുടെ പൂർവികന്മാർ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ തലമുറയിൽ നാം വളരെയധികം സമൃദ്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കുറവ്? സമൃദ്ധിയുടെ ഒരു കാലം. അപ്പോൾ ഈ സമൃദ്ധിയുടെ കാലത്തിൽ ദൈവത്തെ മറന്നു പോകാതിരിക്കുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ സഭയിലൂടെയുള്ള പ്രേരണയാണ് നമുക്ക് നൽകപ്പെടേണ്ടത്. അപ്പോൾ സമൃദ്ധിയുടെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിർമ്മിതി ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. മനഃപൂർവ്വമായ ഒരു ശ്രമം പള്ളിയാരാധനയിലൂടെ, ദേവാലയത്തിലെ കൂടിവരവിലൂടെ, കൂദാശകളുടെ അനുഷ്ഠാനത്തിലൂടെ ഹോൾഡ് ഓൺ ടു ക്രൈസ്റ്റ്, ദൈവത്തെ മുറുകെ പിടിപ്പാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒന്നാമതായി പണിയപ്പെടേണ്ടത് ദൈവത്തോടുള്ളൊരു ബന്ധത്തിൽ. രണ്ടാമതായി ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്. ഏതൊരു സഭയിലെ അംഗമായിരിക്കുന്നോ നാം, ആ സഭയുമായ ബന്ധത്തിൽ ദൈവജനത്തെ പണിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സഭയിൽ അംഗങ്ങളായി നമ്മൾ വളർത്തപ്പെടുന്നുവോ അതാത് സഭകളിലെ ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കത്തക്കവണ്ണം ദൈവജനത്തെ വാർത്തെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അതോടൊപ്പം തന്നെ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ സൊസൈറ്റി, ഒരു സാമൂഹിക പ്രതിബദ്ധത. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ, സഭയെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിലാണ്. അഭിനയ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി എഴുതിയതായിട്ടൊരു പുസ്തകം, ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, നോട്ട് ചർച്ച് ഇൻ ദ ചർച്ച്. സഭ ദേവാലയത്തിൽ നല്ല തിരുമേനി ഉദ്ദേശിച്ചത് ചന്തയിൽ, മാർക്കറ്റ് പ്ലേസിൽ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ. അപ്പോൾ സമൂഹവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ദൈവജനത്തെ പണിയപ്പെടേണ്ട, അതാണ് സഭയുടെ ഉദ്ദേശം എന്ന് നാം മനസ്സിലാക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, സഭയുടെ വിശ്വാസാചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇവയെ ഗൗരവമായി അഭിമാനമായി കാണുന്ന ഒരു തലമുറ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറ, ഇതാണ് സഭയുടെ പരിപോഷണം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ 2 അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് ചിന്തയ്ക്കായി ഞാൻ ആദ്യമായി ഇവിടെ വായിച്ചത്. ഒന്ന്, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. അപ്പോൾ യേശു പറയുന്നു, പത്രോസ്, നീ പാറയാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയ്ക്ക് അടിസ്ഥാനം എന്ത്? പാറ പോലെയുള്ള ഈ വിശ്വാസം. ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, യെരമ്യാവോ ഏലിയാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? 3.5 വർഷക്കാലം എൻ്റെ കൂടെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ
ജനങ്ങൾക്ക് എന്നെക്കുറിച്ച് ധാരാളമായ പല അഭിപ്രായങ്ങൾ പറയുവാനായിട്ടുണ്ട്. നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ വളരെ ധൈര്യത്തോടെ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. യേശു പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറച്ച ഈ പത്രോസിൻ്റെ വിശ്വാസം യേശു ആരാണെന്ന് ഉള്ള ശിഷ്യന്മാരുടെ സാക്ഷ്യമാണ് സഭയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് തന്നെ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിറക്കിയ നാൾ മുതൽ കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് പത്രോസ് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ആരാണ് ഈ യേശു? കഴിഞ്ഞ ദീർഘനാളുകളുടെ അനുഭവങ്ങളിലൂടെ നാമും അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം ആരാണ് ഈ യേശു. പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നുവെന്ന്? ഈ ലോകത്തിന് യേശുവിനെക്കുറിച്ച് ധാരാളം നല്ലത് പറയുവാനായിട്ടുണ്ട്. മതബഹുലതയുള്ള ഒരു രാജ്യത്തിലാണ് നാം ജീവിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന സഹോദരങ്ങളുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ഇതര മതവിശ്വാസികൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കെല്ലാം യേശുവിനെക്കുറിച്ച് വളരെ അഭിമാനമാണ്. യേശുവിനെക്കുറിച്ച് ധാരാളം എല്ലാവർക്കും പറയുവാനുണ്ട്. എത്ര വേണമെങ്കിലും ഘോരം പ്രസംഗിച്ചു എന്ന് വന്നേക്കാം. ഏലിയാവെന്നോ യെരമ്യാവെന്നോ പ്രവാചകന്മാരിൽ ഒരുവനെന്നോ ശിഷ്യന്മാർ ജനങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിന് യേശുവിനെക്കുറിച്ച് പലതും പറയുവാനുണ്ടായിരിക്കാം. എന്നാൽ യേശു ചോദിക്കുന്നത്, ഈ വിശ്വാസ സമൂഹം യേശുവിനെക്കുറിച്ച് ഈ ലോകത്തോട് എന്താണ് പറയുന്നത്? എന്താണ് പറയുവാനായിട്ടുള്ളത്? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ ലോകത്തോട് നമുക്കത് സാക്ഷിക്കുവാനായിട്ട് കഴിയുമോ? യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാനായിട്ട് കഴിയുമോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല. ഇത് വളരെ അഭിമാനപൂർവ്വം വിശ്വസിക്കുവാനും അത് ലോകത്തോടെ വിളിച്ചു പറയുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം എന്ന ഒരു പദപ്രയോഗത്തിൽ പലപ്പോഴും സംതൃപ്തി അടയുന്നവരുണ്ട്. ഇറ്റ്സ് ആൻ ഇൻക്ലൂസീവ് ടേം. ആരെയും വേദനിപ്പിക്കാത്തൊരു വാക്കാണ് ദൈവം എന്നുള്ളത്. അത് പറഞ്ഞാൽ ആർക്കും ഒരു ഉപദ്രവം സംഭവിക്കുകയില്ല, ആർക്കും ഒരു വിഷമവും തോന്നുകയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ധാരാളം ഭക്തന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഇതിന് വേണമെങ്കിൽ തിയോളജി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നിലനിൽപ്പിൻ്റെ ഒരു വേദശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം, ആർക്കും ഉപദ്രവം വരുത്താതെ പറയാവുന്ന ചില നല്ല ചിന്തകൾ, അതിൽ തന്നെ യാതൊരു ദോഷവുമില്ല. എന്നാൽ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് നമുക്ക് എന്ത് പറയുവാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സഭയ്ക്ക് അടിസ്ഥാനമായി അത് മാറുന്നത്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന വിശ്വാസം, ഈ വിശ്വാസത്തിന്മേലാണ് സഭയെ പണിയപ്പെടേണ്ടത്. നാം ഇന്ന് കെട്ടിടങ്ങൾ പണിയുന്നു, സ്ഥാപനങ്ങൾ പണിയുന്നു, ദൈവജനം പൊളിക്കപ്പെടുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം എന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. ഇംഗ്ലീഷിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും ബിലീഫ് എന്ന് പറഞ്ഞാലും ഒന്നാണെങ്കിൽ പോലും ഇത് മനസ്സിലാക്കാൻ അല്പം കൂടി ഈ പ്രയോഗമാണ് നല്ലത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്. യേശു ആരാണെന്നുള്ള വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഞാൻ വായിച്ചുവല്ലോ. പത്രോസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന് തന്നെ തോമസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസിന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആ പ്രത്യേക അവസരം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ അടച്ചിരിക്കുക അവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വെളിവാക്കി കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു പ്രത്യക്ഷപ്പെടലിന് ശേഷം ശിഷ്യന്മാർ തോമസ് അപ്പോസ്തലനോട് പറയുന്നു, തോമസ് അപ്പോസ്തലൻ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ തോമസ് അപ്പോസ്തലനോട് പറയുന്നു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു, ഹി ഈസ് റിസറക്റ്റഡ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ തോമസ് പറയുന്നു, ഇല്ല, ഞാൻ അവൻ്റെ ആണിപ്പഴുത്ത് കാണുകയും ആണിപ്പഴുത്തിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. 20-ാം അധ്യായത്തിൽ വീണ്ടും കാണുന്നു, 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമാസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് തോമാസിനോട് പറഞ്ഞു, തോമാസേ, നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, ആണിപ്പഴുത്തിൽ വിരലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇവിടെ തോമസ് പറയുകയാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. തോമസ്
ആണിപ്പഴുത്തിൽ വിരലിട്ടതായിട്ട് ഇവിടെ കാണുന്നില്ല, വിലാപ്പുറത്ത് കൈ ഇട്ടതായി കാണുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ഈ ശബ്ദം കേട്ട മാത്രയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഉയർന്നു വരികയാണ്. കർത്താവേ, നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് എന്ന് പറഞ്ഞാൽ ഐ ഡു ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു നീ ഉയർത്തുന്ന എൻ്റെ കർത്താവ് എൻ്റെ കർത്താവാകുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് സഭയുടെ അടിസ്ഥാനം. ഇതാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, തോമാസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിരിക്കട്ടെ. നമ്മൾക്കും ഈ ലോകത്തോട് പറയുവാൻ കഴിയും. ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആരാധനയെ ക്രമമായി സംബന്ധിക്കുന്നതിലൂടെ, ഉദാസകൾ ക്രമമായി സംബന്ധിക്കുന്നതിലൂടെ, ആധ്യാത്മികമായ കൂടിവരവിലൊക്കെ നമ്മൾ ക്രമമായി സംബന്ധിക്കുന്നതിൽ കൂടെ ഈ ലോകത്തോട് നമുക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ പറയണം, യേശു ആരാണ്? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. വിശ്വാസം എന്നത് വിശ്വസിക്കുന്നതിലൂടെയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം മുഴുവനും മാതാപിതാക്കളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ കാണുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വീണ്ടും പറയുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വ്യക്തിഗത രക്ഷയെക്കുറിച്ച് വളരെ ഔട്ട്ഡേറ്റഡായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് ധാരാളമുണ്ട്. കോർപ്പറേറ്റ് സാൽവേഷൻ, സമൂഹത്തിന് മൊത്തമായ രക്ഷ, എല്ലാവരുടെയും നന്മ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ചില വേദശാസ്ത്രങ്ങൾ, ദൈവശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. വ്യക്തിയുടെ രക്ഷ ഒരു കാലത്ത് നമ്മൾ ചോദിക്കുമായിരുന്നു, രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടോ. സാന്ദർഭികമായി പറയട്ടെ, വീണ്ടും അതിനുശേഷം ഞങ്ങളുടെ ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനി മാരാമൺ കൺവെൻഷൻ വരുമോ? അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടതായതുകൊണ്ട് ഇപ്രാവശ്യം കൺവെൻഷന് വരാം എന്ന് പറഞ്ഞത് ഓർക്കണം. ഞാൻ മാനസാന്തരപ്പെട്ടതായതുകൊണ്ട് ഈ വർഷം കൺവെൻഷന് വരാം. മാനസാന്തരം എന്ന് പറയുന്ന വാക്കൊക്കെ അങ്ങ് ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരു ചിന്ത. വ്യക്തിഗതമായ രക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് വേണ്ട ഗൗരവത്തോടെ നാം കാണാറില്ലേ. എബ്രായർക്കിലെ ലേഖനത്തിൽ ഓരോന്ന് പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ഹാബേൽ അവൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഉത്തമമായ യാഗം കഴിച്ചു. ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. നോഹ വിശ്വാസത്താൽ പെട്ടകം തീർത്തു. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് എവിടേക്കെന്നറിയാതെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. സാറ പുത്രോൽപാദനത്താൽ ശക്തി പ്രാപിച്ചു. വ്യക്തികളിലൂടെയാണ്, കുടുംബങ്ങളിലൂടെയാണ് സമൂഹത്തിൻ്റെ രൂപാന്തരമുണ്ടാകുന്ന. ഒരിക്കലും നാം വിസ്മരിക്കരുത്. ഈ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുന്നതിലൂടെ വ്യക്തിഗതമായി ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ പ്രിയരത് എത്ര അനുഗ്രഹകരമാണ്. യേശു ആരാണെന്നുള്ള വ്യക്തിഗതമായ അനുഭവം നമ്മുടെ കൂടിവരവിലൂടെ സാധ്യമാകണം. ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, നാം ലോകത്തോടെ യേശു ആരെന്ന് സാക്ഷ്യം പറയുന്നു. വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ അപ്പോൾ സഭയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വസിക്കുന്നതിലൂടെയുള്ള വിശ്വാസമാണ് എന്ന് പറയുവാനാണ് ഞാൻ ശ്രമിച്ചത്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. എന്നാൽ ഈ വിശ്വാസത്തിന് സാമൂഹ്യ മാനങ്ങളുണ്ടാവണം, കോർപ്പറേറ്റ് ഡൈമെൻഷൻ. ഇതൊരു വളരെ വ്യക്തിഗതമായ ഒരു സ്വകാര്യ അനുഭവമായി സൂക്ഷിക്കേണ്ട ഒന്നല്ല. യേശു ആരാണെന്നുള്ള എൻ്റെ ഒരു അനുഭവം, ആ ഒരു വലിയ വിശ്വാസം അതിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കേണ്ടതല്ല. പിന്നെയോ അതിന് സാമൂഹ്യമായ മാനങ്ങൾ ഉണ്ടായിരിക്കണം. മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറയുന്നത് മനോഭാവങ്ങളിലാണ്. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്സ്. വളരെ സാധാരണ ഒരു പദപ്രയോഗത്തിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലിരിപ്പിനെ ആശ്രയിച്ചായിരിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താണെന്ന് പ്രകടമാക്കുന്നത് ഉള്ളിലിരിപ്പിനെ, വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്, വാട്ട് ആർ യുവർ തോട്ട്സ്, മനോഭാവങ്ങളിലാണ്. അതിന് സഹായകരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് ഭയങ്കര ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? അതും വളരെ പരിചിതമായൊരു ഭാഗമാണ്. ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ പ്രിയനായ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു പശ്ചാത്തലം. യഹൂദ മൂപ്പന്മാർ ചെന്ന് യേശുവിനോട് പറയുന്നു, നീ അത് ചെയ്തു കൊടുക്കാൻ അവന് യോഗ്യനാണ്.
അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമുക്കൊരു പള്ളിയും പണിയിച്ചു വന്നിരിക്കുന്നു. ഈ ശതാധിപൻ ചെന്ന് യേശുവിനോട് പറയുന്നു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. വീണ്ടും ശതാധിപൻ പറയുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പോൾ യേശു തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറയുന്നു, ഇസ്രായേൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്താ ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? പലപ്പോഴും ഈ ഭാഗമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവസാനത്തെ ഒരു ഭാഗം മാത്രം എടുത്ത് പറയാറുണ്ട്. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇതാണല്ലോ വിശ്വാസം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് മനോഭാവങ്ങളിലാണ്. എന്ത് മനോഭാവം? ഈ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഒരു മനോഭാവങ്ങൾ ഇവിടെ വെളിവാക്കപ്പെടുന്ന ഒന്ന്, തൻ്റെ ദാസനോടുള്ള തൻ്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ടു ഹിറ്റ്സ് സെർവൻസ്. തൻ്റെ ഭവനത്തിൽ ദാസനായി കഴിയുന്ന ഒരുവൻ, അവൻ സുഖമില്ലാതിരുന്നപ്പോൾ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനെയാണ് കാണുന്നത്. പലപ്പോഴും ഒഴിവാക്കാവുന്ന ഒന്നാണ് ദാസൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധാരണയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ നിയമം എഴുതിയ കാലത്തെ ഈ പശ്ചാത്തലത്തിൽ വളരെ ഒരു പ്രയാസവും ഇല്ലാതെ ദാസന്മാരെ ഒഴിവാക്കാവുന്നൊരു പശ്ചാത്തലമാണ്. നമ്മുടെ ദാസന് സുഖമില്ലാതെ വന്നാൽ വേണമെങ്കിൽ കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ് വേറൊരു ദാസനെ വാങ്ങിച്ചുകൊണ്ട് വരാവുന്നൊരു പശ്ചാത്തലമാണ്. അവർ ഒഴിവാക്കുന്നതിൽ ഒരസാധാരണത്വമില്ല. വേണമെങ്കിൽ ഈ ദാസനെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ സുവിശേഷൻ പറയുന്നത് തനിക്ക് പ്രിയനായ ദാസൻ, ബിലവഡ് സെർവൻറ്റ്. അറിയാതെ എങ്കിലും ഒരു വേലക്കാരനെക്കുറിച്ച് ബിലവഡെന്ന് നമ്മൾ പറയാറുണ്ടോ? ആരെ ചേർത്താണ് ഈ ബിലവഡെന്ന് പറയാറുള്ളത്? തൻ്റെ പ്രിയനായ ദാസൻ. ഈ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു യജമാനൻ. മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുമ്പോൾ എൻ്റെ സമതലത്തിൽപ്പെട്ടവരോടുള്ള സംബഡി ഹൂ ഈസ് ഈക്വൽ ടു മീ, അതിൽ വലിയ അസാധാരണമായിട്ടൊന്നുമില്ല. ഞങ്ങൾ തിരുമേനിമാർ ഒരുമിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ തമ്മിലുള്ള ബന്ധമെന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ അസാധാരണത്വമൊന്നുമില്ല. നമ്മളെക്കാട്ട് അല്പം കൂടെ ഉയർന്ന ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അത് ലോകത്തിൻ്റെ അനിവാര്യതയാണ്. ഇല്ലെങ്കിൽ നിലനിൽപ്പ് പ്രയാസമാണ്. ഇതൊന്നും വലിയ പ്രത്യേകതയില്ല. മദർ തെരേസയുടെ പ്രമാണത്തെക്കുറിച്ച് പറയാറുണ്ട്, ലവിങ് ദി അൺലവബിൾ. ലോകത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് സ്നേഹിക്കാൻ പാടില്ലാത്ത ആളുകളെ സ്നേഹിക്കുമ്പോഴാണ് അത് സ്നേഹമായിട്ട് തീരുന്നത്. ഓടയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു രോഗിയെ തൻ്റെ മടിയിൽ കിടത്തി പരിചരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അതാണ് സ്നേഹം. ഒരു മാതാവോ പിതാവോ മകന് സുഖമില്ലാതിരിക്കുമ്പോൾ കരുതൽ കൊടുക്കുന്നതല്ല സ്നേഹം. പിന്നെയോ തങ്ങളുടേതല്ലാത്ത ഒരു മകനെയോ മകളെയോ അവൻ്റെ രോഗാവസ്ഥയിൽ, അവൻ്റെ ബുദ്ധിമുട്ടിൽ സ്നേഹിക്കുമ്പോൾ അതാകുന്നു സ്നേഹം. ഇവിടെ ശതാധിപൻ ഒഴിവാക്കാവുന്ന തൻ്റെ ദാസനെ, ഈ ദാസന് വേണ്ടി സൗഖ്യത്തിന് അപേക്ഷിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ഈ ദാസനോടുള്ള മനോഭാവം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ദൃശ്യഭാവമായി മാറുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് അവനോടുള്ള ചെറിയവരാക്കിക്കൊണ്ടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, സക്കായി യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ സക്കായിയുടെ മനോഭാവങ്ങൾ വ്യത്യാസമുണ്ടാകുന്നു. അവന് കർത്താവിനോട് പറയുന്നു, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയൊക്കെ ഞാൻ പുനഃസ്ഥാപിക്കാം. ദ ലോസ്റ്റ് റിലേഷൻഷിപ്പ്. യേശു ഭവനത്തിലുണ്ടാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കായി സമ്മതിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഇടപെടലിലൂടെ ധാരാളം ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഞാനൊരു ചുങ്കം പിരിവുകാരനാണ്. ഒരു ടാക്സ് കളക്ടർ എന്ന നിലയിൽ ഞാൻ അമിതമായി പണം സമ്പാദിച്ചിട്ടുണ്ടാവാം. അമിതമായി പണം സമ്പാദിക്കുന്നതിലൂടെ ധാരാളം ആളുകളെ ഞാൻ ദരിദ്രരാക്കിയിട്ടുണ്ട്. ഞാൻ ധനികനായി തീർന്നത് ധാരാളം ആളുകളെ ദരിദ്രരാക്കിക്കൊണ്ടാണ്. ആ വിധത്തിൽ ഞാൻ ധാരാളം ആളുകളോട് ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഞാൻ അന്യായമായി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ 4 മടങ്ങ് തിരികെ കൊടുത്തുകൊള്ളാം. സക്കായി സമ്മതിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതശൈലിയാൽ ധാരാളം ജീവിതങ്ങളോടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെ അനീതി പ്രവർത്തിക്കുന്നുവോ അവിടെ ബന്ധങ്ങൾ നഷ്ടമാകുന്നു. അത് കുടുംബത്തിനുള്ളിലാകട്ടെ, സമൂഹത്തിനുള്ളിലാകട്ടെ. അന്യായം പ്രവർത്തിക്കുമ്പോൾ, അനീതി പ്രവർത്തിക്കുമ്പോൾ, ചൂഷണങ്ങൾ നടക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ നഷ്ടമാകുന്നു. സക്കായി പറയുന്നു, ഞാനതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്തു കൊള്ളാം. കർത്താവിനോടുള്ള നല്ല ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരനോടുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും. ഇവന് അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത തന്നെ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്നാണ് നാം അറിയപ്പെടുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിക്കത്തക്ക വിധത്തിലുള്ള അന്ധമായ വിശ്വാസം. ദൈവം യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ പുറപ്പെടുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ നൽകിയിട്ട് യാഗം കഴിക്കുവാനായി പറയുമ്പോൾ
പുറവുറുപ്പ് കൂടാതെ ഭാര്യയോട് പോലും പറയാതെ യാഗവസ്തു എന്ന നിലയിൽ ഇസാക്കുമായി യാഗത്തിന് പോകുന്നതായിട്ട് അബ്രഹാം. ആ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള ബന്ധം. അബ്രഹാമും ലോത്തും കൂടെ, സഹോദരപുത്രനായ ലോത്തും കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ അവിടെ ഒരു ഇടർച്ചയുണ്ടാകുന്നു. ധാരാളം ആടുമാടുകളുമായി പോകുന്നത്. അബ്രഹാമിൻ്റെ ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്. ലോത്തിൻ്റെ ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്. യാത്രയിൽ ഇടയന്മാർ തമ്മിൽ അല്പം ശണ്ഠയുണ്ടാകുന്നു. കാരണം പുല്ല് ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു താല്പര്യം. ഇത് അബ്രഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അബ്രഹാം പറയുന്നു, നാം തമ്മിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നാം തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നാം തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനത്തിൽ ആരെങ്കിലും സഹോദരനോട് ഇടർച്ചയിലാകുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം, ഇത് വിശ്വാസത്തിന് നിരക്കുന്നതല്ല. എത്രയോ ഭവനങ്ങൾ ഇങ്ങനെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ എത്ര ഹൃദ്യമായിരുന്നേനെ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം എന്ന് പറയുവാനിടയാകുന്നത് ഈ ബന്ധങ്ങൾ നിലനിർത്തുമ്പോഴാണ്. അബ്രഹാം പറയും, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ദൈവത്തോടും തമ്മിലുള്ള ബന്ധം, അതാണ് വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവം. പ്രിയമുള്ളവരുടെ, നമ്മുടെ വിശ്വാസത്തിന് കൈകൾ ഉണ്ടാകണം, കണ്ണുകൾ ഉണ്ടാകണം. വേൾഡ് വിഷൻ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബോബ് പിയേഴ്സ് മാരാമൺ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണേ. ലോർഡ്, ലെറ്റ് മൈ ഹാർട്ട്സ് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവമേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണേ. അവരെൻ്റെ വേദന കാണാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അത് കപടഭക്തി അല്ലാതെ എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ 2 മക്കളും ആ പ്രദേശത്ത് ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവർത്തനങ്ങൾ. അങ്ങനെ എത്രയോ ആളുകൾ. വിശ്വാസം കേവലം പള്ളിയിൽ ആരാധിക്കുന്നതിലൂടെയല്ല, മാത്രമല്ല വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിലൂടെയാകുന്നു. നമ്മുടെ വിശ്വാസം അവരുടെ കണ്ണീരൊപ്പുമ്പോഴാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. ഈ ജലപ്രളയത്തിൻ്റെ കാലത്ത് നമ്മുടെ രക്ഷകരായി വന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിശ്വാസം പ്രകടമാക്കിയത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിലൂടെയാണ്. ഓഖി ഉണ്ടായപ്പോൾ, സുനാമി ഉണ്ടായപ്പോൾ നമ്മളാരും അതുവഴി പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ മധ്യ തിരുവിതാംകൂർ മൊത്തം ജലപ്രളയത്തിലായപ്പോൾ ഇതാ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സഹോദര വിശ്വാസികളാണ്. ആളുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നവർ. വിശ്വാസം പ്രവൃത്തിയിലൂടെയാകണം. ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആക്ഷൻ. പ്രിയമുള്ളവരെ, എന്താണ് സഭയ്ക്ക് അടിസ്ഥാനം? സഭയ്ക്ക് അടിസ്ഥാനം യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്. ഈ വിശ്വാസമാണ് സഭയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. കേവലം ചില നിർമ്മാണങ്ങളല്ല, കേവലം ചില സ്ഥാപനങ്ങളല്ല, കേവലം ചെറിയ കുറച്ച് വലിയ പള്ളികളല്ല. പിന്നെയോ വിശ്വാസ സമൂഹത്തിൻ്റെ ഈ വിശ്വാസം, യേശു ആരാണെന്ന് ഈ ലോകത്തോട് സാക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന്. ഫെയ്ത്ത് ഈസ് ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലാണ്. 2, ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിലാണ്. മറ്റുള്ളവരോടും നമ്മോടും ദൈവത്തോടുമുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ. 3, ഫെയ്ത്ത് ഈസ് ഇൻ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങളിലാണ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കുന്നത്. 4, ഫെയ്ത്ത് ഈസ് ഇൻ ഡൂയിങ് ജസ്റ്റിസ്, നീതി നിറവേറ്റപ്പെടുന്നതിലൂടെയാണ് വിശ്വാസം പ്രകടമാക്കപ്പെടുന്നത്. അവസാനമായി ഫെയ്ത്ത് ഈസ് ഇൻ അവർ ആക്ഷൻ. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമത്രേ. പ്രിയമുള്ളവരെ, അർത്ഥവത്തായ വിശ്വാസത്തിൻ്റെ ഉടമകളായി അനുഗ്രഹീതമായ സാക്ഷ്യം ഈ കൊച്ചു കേരളത്തിൽ നിറവേറ്റുവാൻ ദൈവമേ നമ്മൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.